ഹലോ എവ്രിവൺ, സക്സസ് ഇൻസൈറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SPCIDയുടെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിൽസ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ കേരള ഹിസ്റ്ററിയിൽ വരുന്നത് കേരളത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം വരെയുള്ള ടോപ്പിക്സ് ആണ്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നത് മധ്യകാല ഇന്ത്യൻ ചരിത്രം മുതൽ 1951 ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം മുതൽ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം തുടങ്ങിയ റെവല്യൂഷൻസും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരെയുള്ള ടോപ്പിക്സ് ആണ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ജോഗ്രഫി 5 മാർക്കാണുള്ളത്. ജോഗ്രഫിയുടെ ബേസിക്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ എനർജി സോഴ്സ്, റിവേഴ്സ് തുടങ്ങിയ ഇന്ത്യയിലെയും കേരളത്തിലെയും ഗതാഗതം വരെയുള്ള ടോപ്പിക്സ് ആണ് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. എക്കണോമിക്സ് 5 മാർക്കാണ്. നാഷണൽ ഇൻകം തുടങ്ങി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് വരെയുള്ള ടോപ്പിക്സ് ആണ് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. വളരെ കുറച്ച് ടോപ്പിക്കുള്ളെങ്കിലും വളരെ കൃത്യമായിട്ട് പഠിക്കുക. സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, ഇ ഗവേണൻസ്, ലോക്പാൽ ആൻഡ് ലോകായുക്ത തുടങ്ങിയ ടോപ്പിക്സ് ആണ് വരുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതും 5 മാർക്കാണുള്ളത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തുടങ്ങി എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് വരെയുള്ള ടോപ്പിക്സ് ആണ്. ആർട്സ് 10 മാർക്കാണ്. കലാസാഹിത്യത്തിൽ കൂടുതലായിട്ട് നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. നാഷണൽ ഗെയിംസ്, സ്പോർട്സ് ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തത് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിന് 5 മാർക്കാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അതിന് 5 മാർക്കാണ്. അതിൽ വരുന്നതാണ് ISRO, DRDO, അതുപോലെ എനർജി, എൻവിറോൺമെന്റൽ സയൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മാത്സ് 20 മാർക്കാണ്. അതിൽ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ 12 ടോപ്പിക്സും മെന്റൽ എബിലിറ്റിയിൽ 13 ടോപ്പിക്സും ആണ് വരുന്നത്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തത് ഇംഗ്ലീഷ് ആണ്. അതിന് 20 മാർക്കാണ്. അതിൽ ഗ്രാമർ 15 ടോപ്പിക്സും വൊക്കാബുലറി 12 ടോപ്പിക്സും ആണുള്ളത്. പിന്നെ വരുന്നത് മലയാളമാണ്. അതിൽ 14 ടോപ്പിക്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇനി 2 മാസം കൂടിയാണ് എക്സാമിനുള്ളൂ. സോ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ നാളെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.